ഇതൊരു വെറൈറ്റി വീഡിയോ. സാധാരണ ഞാൻ ചെയ്യുന്ന ട്രാവലിംഗ് വീഡിയോ ഒന്നുമല്ല, ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ്. അന്ന് നമുക്കാണെങ്കിൽ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന സോയാബീൻ അതെ. ഇപ്പം എൻ്റെ അമ്മ ഇത് ഇവിടെ പാകത്തിന് നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അടുപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ മാമനാണെങ്കിൽ എന്തായിരുന്നു സോയാബീൻ അരിയുക, അതൊക്കെ കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് എൻ്റെ മാമൻ്റെ ഇവിടെ സോയാബീനൊക്കെ അരിയുവാണ്. എൻ്റെ മാമൻ്റെ പേര് കുഞ്ഞപ്പൂസ്മോൻ എന്നാണ്. ഇനി അടുത്ത ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ അമ്മായി പറഞ്ഞുതരും, നോക്കി. ഹലോ ഗൈസ്, നമ്മൾ ആദ്യം സവോള നന്നായിട്ട് വഴറ്റണം. സവോളയും കുറച്ച് കടുകും കറിവേപ്പിലയും എണ്ണയും ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ സോയാബോൾ അരിഞ്ഞ് വൃത്തിയാക്കി അതിനുശേഷം അത് വേവിക്കണം. നന്നായിട്ട് 2-3 തിളച്ച് വേവിച്ചാൽ അതിൻ്റെ കറയൊക്കെ ഇറങ്ങി വൃത്തിയാകത്തുള്ളൂ. അതിനുശേഷം നന്നായിട്ട് കഴുകി നമുക്ക് ആവശ്യത്തിന് വലിപ്പത്തിലുള്ള പീസാക്കി അത് കട്ട് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്ത് പ്ലേറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാവും. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയാബോൾ അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചാണ്. അത് നമ്മൾ സവോള വഴറ്റിയത് മാറ്റി വെച്ചു. അതിനുശേഷം അടുപ്പിലേക്ക് സോയാബോൾ വെച്ചിട്ടുണ്ട്. സോയാബോൾ നമ്മൾ ഒരു തിളയ്ക്കാനായിട്ടൊരു 15 മിനിറ്റോളം എടുക്കും. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് നന്നായിട്ട് തിളച്ച സോയാബോൾ എടുക്കാൻ പറ്റും. ഗ്യാസിൽ അടച്ചു വെക്കണമെന്നില്ല. ഇപ്പോൾ ഏകദേശം പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വെന്ത് കഴിയുമ്പോൾ അത് വെള്ളം ഊറ്റി വൃത്തിയാക്കി എടുക്കണം. 2-3 തവണ കഴുകി എടുത്താൽ മാത്രമേ അതിൻ്റെ കറയും പതയൊക്കെ മാറി കിട്ടത്തുള്ളൂ. അത്യാവശ്യം വെന്ത് വരുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. പതയൊക്കെ വരുന്നുണ്ടല്ലോ, ഈ ഒരു ഭാഗം നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. സവോള നമ്മൾ ഓൾറെഡി വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് വരുന്നൊരു താമസം മാത്രമേ ഉള്ളൂ. തിളച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോയാബോളിന് ഇത് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. കഴുകി അതിനകത്ത് വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിഴിഞ്ഞ് നമ്മൾ ശക്തിയായിട്ട് പിഴിഞ്ഞെടുത്താൽ മാത്രമേ അതിൻ്റെ വെള്ളം നന്നായിട്ട് തോർന്ന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സവോളയുടെ കൂടി ഇട്ട് വഴറ്റുന്ന സമയത്ത് ഒരുപാട് വെള്ളം അതിനകത്തുനിന്ന് പുറത്ത് വരാൻ സാധ്യതയുണ്ട്. അത് നന്നായിട്ട് ശക്തിയായിട്ട് പിഴിഞ്ഞ് സോയാബോൾ വൃത്തിയാക്കി 2-3 തവണ കഴുകിയെടുക്കുകയാണ് നമ്മൾ. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം വേണ്ടി വരത്തില്ല. ഇത് വേകാൻ ഏകദേശം 15 മിനിറ്റല്ലേ എടുക്കുന്നുള്ളൂ. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റും. ഇത് നമ്മൾ പിഴിഞ്ഞത് വൃത്തിയാക്കി എടുത്ത സോയാബോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച സോയാബോൾ ഇനി വഴറ്റി എടുക്കാൻ പോവാണ്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടിയിലോ ഇവിടെ നമ്മളൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്, അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് അതിനകത്ത് സോയാബോൾ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുമ്പേ വേവിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വഴറ്റിയെടുക്കുകയാണ്. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ അത്രയും പെട്ടെന്ന് തന്നെ വഴന്ന് വരും. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് അടിയിൽ പിടിക്കാതെ കരിയാതെ ഇളക്കി കൊടുക്കുക. എണ്ണ ആവശ്യത്തിന് ചേർക്കാം. അതുപോലെ തന്നെ ഉപ്പും നമുക്ക് പാകത്തിന് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കാവുന്നതാണ്. ഏകദേശം വെന്തു. അതിനകത്തൊരു അല്പം മഞ്ഞപ്പൊടി ഉപ്പും മാത്രമേ നമ്മൾ വേറെ ചേർത്തിട്ടുള്ളൂ. മസാലപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. മീറ്റ് മസാലയാണ്. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. മീറ്റ് മസാല ആയിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പം മീറ്റ് മസാല നമ്മൾ ചേർത്തു. മീറ്റ് മസാലയും ചേർത്ത് സവോള നേരത്തെ വഴറ്റി വെച്ച സവോള ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ജലാംശം ഉണ്ടായിരിക്കും. അത് പോകാൻ വേണ്ടി കുറേ നേരം നമ്മൾ അടുപ്പിൽ വെക്കേണ്ടതുണ്ട്. ഒരു ചെറിയ തീ കൊടുത്താൽ മതിയാവും. ചെറിയ തീയിൽ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. മസാലപ്പൊടി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ചേർത്തിട്ടുള്ളത്. പിന്നെ ഉപ്പും എണ്ണയൊക്കെ ആവശ്യത്തിന് ചേർത്താൽ മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ കുറേ നേരം അതിൻ്റെ ജലാംശമൊക്കെ പോകാൻ വേണ്ടി കുറേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ഈ അക്ഷയുടെ നിർബന്ധപ്രകാരമാണ് നമ്മൾ ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ അക്ഷയ് ഇത് കൂട്ടി ചോറുന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് റെഡിയായി ഏകദേശം അവസാന ഘട്ടത്തിലായി. ഒന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് നമുക്കിനി എടുക്കാവുന്നതാണ്. അക്ഷയ്ക്ക് വേണ്ടി ചോറ് വിളമ്പിയതാണ്. അക്ഷയ് ഈ കറി കൂട്ടിന്ന് ചോറ് മൊത്തം ഉണ്ണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അക്ഷയ് തന്നെ ആദ്യത്തെ കറി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.